ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമുക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് 500 രൂപ വരെ കിട്ടുന്ന ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. അപ്പോൾ ആ സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 500 രൂപ വരെ അകത്തുള്ള ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. സോ അടിപൊളി ഒരു ആപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഒരുപാടധികം ബെനിഫിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കടയിലൊക്കെ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ ഉപയോഗിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് വൗച്ചേഴ്സ് ആണ് അവർ തരുന്നത്. അതും ഒരു ഉപകാരവും പ്രയോജനവും ഇല്ലാത്ത വൗച്ചേഴ്സ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ കടയിലൊക്കെ പേയ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനും ഓരോ സ്ക്രാച്ച് കാർഡ് കിട്ടും. അതായത് ഒരു ഗെയിം ആയിരിക്കും, ഗെയിം കളിച്ച് ആ ഒരു പോയിന്റ്സ് എത്രയാണോ അതായിരിക്കും ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം തന്നെ ആ ഒരു വാലറ്റിലേക്ക് കിട്ടും. ഇതൊരു വാലറ്റാണ്, ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാലറ്റാണ്. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് ആയിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ വാലറ്റിൽ നമുക്ക് ഡയറക്റ്റ് ഈ QR കോഡൊക്കെ വഴി നമുക്ക് പെട്ടെന്ന് നമുക്ക് പിന്ന് പോലും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പം ആ ഒരു ആപ്ലിക്കേഷനകത്തുള്ള ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു നമുക്ക് രജിസ്റ്റർ ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന സ്ക്രാച്ച് കാർഡും അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാഷ് ബാക്ക് കിട്ടുന്നതെന്ന് എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ പോയിട്ട് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എനിക്ക് കൂടുതൽ പറഞ്ഞ് വൈപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ മറ്റൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്യുക, ആ ഒരു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓളോ ഓപ്ഷൻ ഇട്ടാൽ മതി കേട്ടോ. സോ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. സോ ഇനി പറഞ്ഞ് കൂടുതൽ വൈപ്പ് ചെയ്യുന്നില്ല, നേരെ നമ്മുടെ വീഡിയോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് വരും. ആപ്ലിക്കേഷൻ്റെ പേര് സ്ലൈസ് എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആപ്പ് ലിങ്ക് എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിൽ വരും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തതിന് ശേഷം SMS ഫോണിനുള്ള പെർമിഷൻ നമ്മളിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം അലോ കൊടുക്കുക. എല്ലാ പെർമിഷൻസും അലോ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക. മൊബൈൽ നമ്പർ ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം കേട്ടോ. അതിനുശേഷം അവർ ബാങ്ക് ഏതാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യും. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്കൊരു 4 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് അവരയക്കും, അതായത് നമ്മളുടെ ആ ഒരു നമ്പറിലേക്ക്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ പേര് കാണാൻ പറ്റും. അതേപോലെ തന്നെ താഴെ എൻ്റെ റെഫർ കോഡും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ റെഫർ കോഡ് എൻ്റെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഈ റെഫർ കോഡ് കൊടുക്കുക എന്നുള്ളതാണ്. റെഫർ കോഡ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. FAIZAR767361. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം. ഇത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസായിട്ട് 500 രൂപ വരെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെഫർ കോഡ് മസ്റ്റ് ആയിട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ താഴെയായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ആരോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് സ്ലൈസ് പിൻ എൻ്റർ ചെയ്യാൻ പറയും. ഒരു പിന്ന് നമ്മൾ ഗൂഗിൾ പേയിലേക്ക് കൊടുക്കുന്ന നമുക്കൊരു പിൻ എൻ്റർ കൊടുക്കുക. ഈ പിന്ന് മറക്കരുത് കേട്ടോ. പിന്ന് കൊടുത്തതിന് ശേഷം ആപ്പിലേക്ക് നമ്മൾ വരും. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസ്. നല്ല കിടിലൻ ഇൻ്റർഫേസ് ആണ്. നമുക്ക് നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1-2 വർഷമായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. 2 വർഷമൊന്നും ആയില്ല, 1-1.5 വർഷമായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഹോം സെക്ഷനിലേക്ക് വരിക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്ലെയിം യുവർ 500 ക്യാഷ് ബാക്ക് നൗ കണ്ടോ. സിമ്പിളാണ്. ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ തന്നെ സെൽഫി വെരിഫൈ ചെയ്യാനായിട്ട് ഓപ്പൺ ക്യാമറ ചോദിക്കും. അപ്പം ഓപ്പൺ ക്യാമറ ചോദിക്കുമ്പോൾ സെൽഫി ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓണർ ഉണ്ടല്ലോ, അതായത് നിങ്ങളിപ്പം നമ്പർ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തേക്കുന്ന ആളുടെ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥൻ്റെ ഫോട്ടോ നമ്മൾ ബാങ്കിൽ കൊടുക്കുന്ന കണക്ക് നിങ്ങൾ ഇതിനകത്ത് ക്യാമറ ഓപ്പൺ ചെയ്ത് പുള്ളിക്കാരൻ്റെ ഒരു ലൈവ് ഫോട്ടോ അപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോട്ടോ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ അഡ്രസ്സ് ഏതാണെന്നും അതേപോലെ തന്നെ പാൻ കാർഡ് നമ്പരും. ഓക്കെ, ഇതെല്ലാം കാണിക്കും അവിടെ. അപ്പം പാൻ കാർഡ് ഇപ്പം നിങ്ങൾ അവിടെ കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരും പാൻ കാർഡ്. അപ്പം പാൻ കാർഡിൻ്റെ നമ്പർ വേണം എന്തായാലും കൊടുക്കാനായിട്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ KYC ചെക്കിങ് ആവും. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്ന വരുന്ന വെയിറ്റ് ചെയ്തതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടെന്ന് പറയും. സെറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്ത് അക്കൗണ്ട് സെറ്റ് ചെയ്യാൻ പറയും. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത നമ്പറായിട്ടല്ലേ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് കാണിക്കും. അപ്പം ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ എനിക്കിവിടെ ഓട്ടോമാറ്റിക് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ഇവിടെ ലെറ്റ്സ് ഗോ കൊടുക്കുക. ലെറ്റ്സ് ഗോ കൊടുക്കുമ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ട് ആഡായി കാണും. ആഡായതിനു ശേഷം ഇത് ആക്ടിവേറ്റ് ചെയ്യണം. ആഡായതിനു ശേഷം ഇത് ആക്ടിവേറ്റ് ചെയ്യണം. അതിനുവേണ്ടി സ്ലൈസ് അക്കൗണ്ട് എടുക്കുക. ഇവിടെ ആയിട്ട് നമുക്ക് UPID കാണാൻ പറ്റും. ഈ ഒരു പരിപാടി
ഇതിനകത്തോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് മണി ടു ആക്ടിവേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ആഡ് മണി ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു രൂപ അല്ലെങ്കിൽ 2 രൂപ എന്തെങ്കിലും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു രൂപ കൊടുക്കുകയാണ്. 1 രൂപ ആഡ് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ നമ്മളുടെ Paytm, ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. 1 രൂപ ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം താണ്ട ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും 5 years ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ നമ്മളുടെ അപ് ടു 500 rupees വരെയുള്ള സംഭവം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കണ്ടോ, ഇതാണ് സാധനം. അപ്പോൾ നമ്മളിതാ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്മൾ സാധനം പിടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ പോയിൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. ഈ പോയിൻറ്റ്സ് ആയിരിക്കും നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 9 രൂപയാണ്. അപ്പോൾ ഞാനത് കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്, 9 രൂപ കിട്ടിയത്. അടിപൊളിയല്ലേ? ഇനി വേറൊരു ഓഫർ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ ആയിട്ട് ഏൺ അപ് ടു 500 രൂപ എന്നും പറഞ്ഞ് നമ്മളുടെ റെഫർ കോഡ് നമ്മളുടെ ലിങ്ക് കാണാൻ പറ്റും. ഈ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുത്തിട്ട് ഇതേപോലെ സെയിം പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറഞ്ഞാൽ മതി അവരുടെ അടുത്ത്. അങ്ങനെ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ അപ് ടു 500 രൂപ നിങ്ങൾക്ക് പെർ റെഫർ, ഒരു റെഫർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് അപ് ടു 500 രൂപ വരെ കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങൾ മിനിമം ഒരു രൂപ ആഡ് ചെയ്തതിന് ശേഷം അത് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയണം. നിങ്ങളുടെ UPIയിലോട്ട് തന്നെ സെൻഡ് ചെയ്താൽ മതി. അങ്ങനെ സെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ 1 രൂപയെന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് തന്നെ അങ്ങ് ട്രാൻസ്ഫർ കൊടുത്താൽ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPI ആപ്പല്ലേ സെൻഡ് മണി ടു. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ ഫോൺ പേയുടെ, നിങ്ങൾ ഫോൺ പേ ആണോ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിൻ്റെ UPI നിങ്ങൾ അടിച്ചു കൊടുത്തതിന് ശേഷം അതിലോട്ട് പേയ്മെൻറ്റ് സെൻഡ് കൊടുത്താൽ ഒരു പേയ്മെൻറ്റ് അങ്ങ് സെറ്റാവും. പേയ്മെൻറ്റ് സെറ്റായതിനു ശേഷം നിങ്ങൾക്ക് റെഫർ ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എൻ്റെ റെഫർ കോഡ് വെച്ചല്ലേ കയറിയത്. റെഫർ കോഡ് വെച്ച് കയറി ഇപ്പോൾ 1 രൂപ ആഡ് ചെയ്തു. അതിനുശേഷം നിങ്ങളൊരു പേയ്മെൻറ്റ് നടത്തണം. പേയ്മെൻറ്റ് നടത്തിയാലേ റെഫർ ചെയ്യുന്ന ആൾക്ക് കിട്ടത്തുള്ളൂ. മറ്റേ ആൾക്ക് ഇപ്പോൾ തന്നെ കിട്ടി. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ, എനിക്കിപ്പം കിട്ടിയത് മറ്റേ സ്ക്രാച്ച് കാർഡ് 500 വരെ. പക്ഷേ മറ്റേ ആൾക്ക് സ്ക്രാച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേയ്മെൻറ്റ് നടത്തണം. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, കയറിന് ശേഷം 1 രൂപ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവരുടെ ബാങ്കിലോട്ട് തന്നെ ഒരു പേയ്മെൻറ്റ് നടത്താൻ പറയുക. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു 500 രൂപ വരെയുള്ള സ്ക്രാച്ച് കാർഡ് കിട്ടും, നിങ്ങൾക്ക് ഒരു 500 രൂപ വരെയുള്ള സ്ക്രാച്ച് കാർഡ് കിട്ടും. ഓക്കെ, അപ്പം സംഭവം അടിപൊളിയല്ലേ? അപ്പം മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പം ഞാൻ 9 രൂപ കളിച്ച് നേടിയ 9 രൂപ ഇതിനകത്തോട്ട് ആഡായി. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ബാലൻസ് 10 രൂപയായി. ഇതെന്ന് പറഞ്ഞാൽ സ്ലൈസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേകം അക്കൗണ്ടാണിത്. ഇത് ബാങ്ക് അക്കൗണ്ടോ അങ്ങനെയൊന്നുമല്ല, ഇതൊരു വാലറ്റ് കണക്കാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ക്യാഷ് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്ന് പേയ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. കടയിലൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വഴി പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും. അതൊക്കെ ഒന്നിനും ഉപകാരമല്ല സ്ക്രാച്ച് കാർഡാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടുന്നതിൽ നിന്നും, സ്ക്രാച്ച് കാർഡ് എന്ന് പറഞ്ഞത് മറ്റേ ഇതാണ്, ഗെയിമാണ്. ആ ഗെയിം കളിച്ച് നമുക്ക് അതിനകത്ത് എത്ര പോയിൻറ്റ്സ് കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഒരു കടയിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കേട്ടോ. ഇപ്പോൾ എൻ്റെ 10 രൂപ ഉണ്ട്. ഞാനിപ്പോൾ ഇപ്പോൾ ഒരു സാധനം മേടിച്ചു. അതിന് ശേഷം ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ എങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അതിനകത്തൊന്ന് ഞെക്കി പിടിച്ചാൽ മതി. അപ്പോൾ തന്നെ സ്കാനർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുക, കൊടുക്കുക പേയ്മെൻറ്റ്. ഇപ്പോൾ അല്ല നിങ്ങൾക്കിപ്പോൾ സ്കാൻ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഇതവിടെ അടിച്ചതിന് ശേഷം പേ ഓപ്ഷൻ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് UPI അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ UPI വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എങ്ങനെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ട് വരാം. ഞാൻ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്തുവാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പോൾ ഇതിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും 5 years എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നതായിരിക്കും. നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടോ പ്ലേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നത്. ഇത് നിങ്ങൾ ഏത് പേയ്മെൻറ്റ് നടത്തിയാലും എവിടെ വെച്ച് പേയ്മെൻറ്റ് നടത്തിയാലും ഇതേപോലെ പ്ലേ നൗ വരും. അപ്പോൾ ഇത് ഇൻഡു അടിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. നമുക്കത് ഈ ഒരു സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടെ പ്ലേ ആൻഡ് വിൻസിൽ നമുക്കത് വന്ന് കിടക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗെയിം സ്റ്റാർട്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ ആ ഗെയിം കളിക്കുന്ന കണക്ക് നമ്മൾ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് അനുസരിച്ച് നമുക്കത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് കണ്ടോ. ഇപ്പോൾ ഞാൻ എത്ര ഇത് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 7 എണ്ണം കളക്ട് ചെയ്താണ്ടേ 7 ക്യാഷ് ബാക്ക് കിട്ടിയേ. ഇത് കണക്ക് നമ്മൾ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ Paytmലോ ആർക്കെങ്കിലും ഒരു പൈസ അയച്ചു കൊടുത്താൽ നമുക്ക് എന്തോ കിട്ടും, ഒരു കുന്തവും കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് കിട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് ബാക്ക് അപ്പം തന്നെ നമ്മുടെ ഈ ഒരു വാലറ്റിൽ ഇടാവും. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും പേയ്മെൻറ്റ്സിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പുതിയ അക്കൗണ്ടല്ലേ, ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിനകത്തുള്ള പ്രൂഫ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറേ അധികം പേയ്മെൻറ്റ്സ് അല്ലാതെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എനിക്ക് ഈ ഒരു നവംബറിൽ തന്നെ കിട്ടിയിരിക്കുന്ന പേയ്മെൻറ്റ്സ് ആണിത്. നവംബറിൽ തന്നെ ഞാൻ ടോട്ടൽ ഒരു 383 രൂപയോളം ഞാൻ ഉണ്ടായി കഴിഞ്ഞു. ഓക്കെ, നവംബറിൽ തന്നെ ഞാനൊരു 380 ഈ ഒരു നവംബറിൽ മാത്രമായിട്ട്. ഞാൻ ഒരുപാട് UPI പേയ്മെൻറ്റ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആപ്പ് വഴി ക്യാഷ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം
എനിക്ക് ഇത്രയും ക്യാഷ് ബാക്ക് കിട്ടിക്കഴിഞ്ഞു കണ്ടോ. ഞാനിപ്പം ഇപ്പം പേടിഎമ്മോ ഗൂഗിൾ പേ ഫോൺ പേ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ ഒരു 3 രൂപ പോയിട്ട് 2 രൂപ അല്ലെങ്കിൽ 1 രൂപ പോലും അതിനകത്ത് ക്യാഷ് ബാക്ക് കിട്ടില്ല. പക്ഷേ ഇതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 17 നവംബർ നിങ്ങൾ നോക്ക്. അപ്പം അടിപൊളിയാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു ബെനിഫിറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലൈസ് കാർഡാണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഡെബിറ്റ് കാർഡ് കണക്കാണ്. ഈ സ്ലൈസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും 1% എമൗണ്ട് കിട്ടും, 1% ക്യാഷ് ബാക്ക്. അതായത് ഇപ്പം നമ്മൾ ഒരു 1000 രൂപ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഫ്ലാറ്റായിട്ട് ക്യാഷ് ബാക്ക് 10 രൂപ നമ്മളുടെ ഈ ഒരു അക്കൗണ്ടിൽ ലഭിക്കും. നമ്മളിപ്പോൾ ഈ ഒരു സ്ലൈസ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമ്പർ കാണാൻ പറ്റും. ആ നമ്പർ വെച്ചിട്ട് നമ്മളിപ്പം ഓൺലൈനിലൂടെ എന്തെങ്കിലുമൊക്കെ മേടിക്കുവാണെങ്കിൽ പോലും മേടിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ വല്ല പർച്ചേസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്ലൈസ് കാർഡ് വഴി നിങ്ങൾ ഈ സ്ലൈസിൻ്റെ ഈ ഡെബിറ്റ് കാർഡ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതുവഴി നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 10,000 രൂപയാണെങ്കിൽ നമുക്ക് 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. 1000 രൂപയാണെങ്കിൽ 10 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എത്രയാണോ എമൗണ്ട്, നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 1% നമുക്ക് പക്കയായിട്ട് കിട്ടും. ഓക്കെ, ഈ സ്ലൈസ് കാർഡ് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അല്ല നമ്മളിപ്പോൾ UPI വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫയറിൻ്റെ ഗെയിം കിട്ടും. ഫയർ നമ്മൾ എത്രത്തോളം കളക്ട് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ ആഡ് ആവും. അപ്പോൾ ഇതാണ് സംഭവം, അടിപൊളിയാണ്, ആരും മിസ് ചെയ്യരുത്, അടിപൊളി ലൂട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ്. ആപ്പ് യൂസ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ക്യാഷും ഉണ്ടാക്കാം. അടിപൊളിയല്ലേ, റിയൽ ക്യാഷും ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓർക്കുക, നമ്മുടെ റെഫർ കോഡ് വെച്ച് മാത്രം കയറുക. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് റെഫർ ചെയ്യുമ്പോഴും റെഫർ കോഡ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫർ ആഡാവത്തില്ല. അതേപോലെ തന്നെ റെഫർ ആഡാവണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ ഞാൻ പറഞ്ഞു തന്നു, ഒരു പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ സ്വന്തം UPIയിലോട്ട് ഒരു പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ എന്തായാലും കയറിയിട്ട് പൈസ ആയതിനു ശേഷം ഒരു UPI പേയ്മെൻറ്റ് നടത്തുക, നിങ്ങളുടെ സ്വന്തം UPIയിലോട്ടായാലും മതി. ഓക്കെ, എന്നാലും നമ്മളെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അപ്പോഴേ മറ്റേ റെഫർ ചെയ്ത ആൾക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ കയറുക, ഒരു 5-10 മിനിറ്റ് മതി, നമുക്കധികം പരിപാടിയൊന്നുമില്ല. കയറി പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്ത് അപ്രൂവ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പൈസ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് നടത്താം. അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ് വെച്ച് ഞാൻ പറഞ്ഞ കണക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടും. സോ അടിപൊളി ആപ്ലിക്കേഷനാണ്, നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. കാരണം ഞാൻ ഒരു 1.5 വർഷമായിട്ട് യൂസ് ചെയ്ത് 10,000-3000 രൂപയുടെ അടുത്ത് ക്യാഷ് ബാക്ക് എൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1.5 വർഷം ഞാനിപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് എടുത്തുന്നതുകൊണ്ട് എനിക്ക് അത്രയെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇത്രയും നാൾ വെച്ച്. ഓക്കെ, അപ്പം കിട്ടിയത് വെച്ച് സംതൃപ്തപ്പെടുക. അപ്പം ആ രീതിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് അടിപൊളി ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഉള്ളത് കിട്ടുമല്ലോ, എന്തായാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് യൂസ് ചെയ്യാൻ വേണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ലഭിക്കുക, ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപകാരപ്പെടുന്ന വീഡിയോസും അതേപോലെ തന്നെ പഴയകാല വീഡിയോസൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രൂഫുകൾ നമ്മളിടും വർക്കിംഗ് ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇത്രേ പറയാനുള്ളൂ. അപ്പം ഇനിയും ഇതിലത്തെ വീഡിയോസ് കാണാം. ഗുഡ് ബൈ.